എടാ ഈ സ്കൂളില് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ലാസ് ആടാ. ഇത് എന്തുവാ ഇത്? പിന്നെ സ്കൂളിൽ കയറുന്ന ക്ലാസ്സിൽ കയറാനല്ലാതെ മാങ്ങ പറിക്കാനാണോ? എടാ ഈ പീരീഡിന്റെ ഇടയ്ക്ക് ഒരു ദിവസം ഒരു വട്ടമെങ്കിലും PTO എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസോ അങ്ങനെ എന്തെങ്കിലും സംഭവമൊക്കെ ഇവർക്ക് നിയമിച്ചുകൂടാ. ബോറായി തുടങ്ങിയടാ ഇത്. അക്കോർഡിംഗ് ടു ദി സ്കൂള് ഇവർക്ക് പിള്ളേർ സന്തോഷിക്കുന്നത് ഇഷ്ടമല്ലടാ. ദുർഗാകൃഷ്ണ എത്രയും പെട്ടെന്ന് സ്റ്റാഫ് റൂമിലോട്ട് വരിക. നീ പറഞ്ഞ ശരിയാടാ. എനിക്ക് ഈ പറഞ്ഞ പോലെ കലാപരമായിട്ടുള്ള കഴിവൊന്നും ഇല്ലെങ്കിൽ ഞാൻ കലോത്സവത്തിന് കയറാൻ പോവാ. ക്ലാസ് അതിന്റെ പേരിലെങ്കിലും കട്ടാവുമല്ലോ. അങ്ങനാണെങ്കിൽ നീ വല്ല ഫോക്ക് ഡാൻസും ചെയ്ത് അതാകുമ്പോ മേക്കപ്പ് വരത്തില്ല. ചുമ്മാ എന്തെങ്കിലും കാണിച്ചാൽ മതി. ഓ ഞാൻ കാര്യമായിട്ട് പറഞ്ഞ നീ തമാശിച്ചോണ്ടിരുന്നു. ഞാൻ കയറും. മക്കളെ നമുക്ക് ഇഷ്ടം പോലെ പോർഷൻസ് തീർക്കാനുണ്ട്. ഇഷ്ടം പോലെ. സാറേ ഞാൻ കലോത്സവത്തിന്റെ ഫ്ലോക്ക് ഡാൻസിന് ചേർന്നിട്ടുണ്ട്. അപ്പൊ അതിന് മുന്നായിട്ടുള്ള കുറച്ച് റിഹേഴ്സലും കാര്യങ്ങളുണ്ട്. ഞാനൊന്ന് പൊക്കോട്ടെ. എടാ നീയോ ഫോക്ക് ഡാൻസിനോ? ഷേ എന്നാ പൊക്കോട്ടോ. ഞാൻ വരുന്നില്ല, നീ പോയേ. ചുമ്മാ ഞാൻ പൊക്കോളാം. നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ PTA കഴിഞ്ഞ ദിവസം മീറ്റിംഗ് കൂടിയപ്പോഴേ പ്രധാനമായിട്ടൊരു അജണ്ട നടപ്പാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ ഭയങ്കരമായിട്ടിരുന്ന് സ്ട്രെസ് അടിക്കുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇനിയും തൊട്ട് എല്ലാ ദിവസവും ഒരു 2 പീരീഡ് നമ്മൾ എക്സ്ട്രാ ആക്ടിവിറ്റീസിന് വേണ്ടി മാറ്റി വെക്കുന്നില്ല. നിങ്ങൾക്ക് പാട്ട് പാടാം, തമാശ പറയാം, കഥ പറയാം, ഡാൻസ് കളിക്കാം. ഇവിടെ സാറ് കുട്ടികൾ അങ്ങനൊന്നും ഇല്ല. നമ്മൾ ഈ പീരീഡ് എന്ത് ചെയ്യുക? അടിച്ചു പൊളിക്കുക. സാറേ ഇപ്പം സമയമായില്ലെന്ന് തോന്നുന്നു. അപ്പൊ അടുത്ത പീരീഡ് പോയാ മതിയോ? നീ ഇതുവരെ പോയില്ലയോ? ഞാൻ വിചാരിച്ചു നീ പോയെന്ന്. വേണ്ട വേണ്ട വേണ്ട, ഇപ്പൊ തന്നെ പൊക്കോ. വേണ്ട, ആകെ ഈ ക്ലാസ് നീ മാത്രമേ ഉള്ളൂ കലോത്സവത്തിന് പങ്കെടുക്കുന്നത്. അപ്പൊ നല്ല പോലെ പ്രാക്ടീസ് വേണം കേട്ടോ. ഇറങ്ങിക്കോ. കൂടെ ഉള്ളവരെ വന്ന് കാണത്തില്ല. ഇല്ലില്ല, കുഴപ്പമില്ല. നീ ഇനിറ്റോ. ഒറ്റയ്ക്ക് പോയി ചെയ്യാൻ പറ്റത്തില്ല. ഇന്നിക്കടാ അങ്ങോട്ട് സമയമില്ല, ഞങ്ങൾക്ക് ഇവിടെ പരിപാടി ഉണ്ട്. ഇനിറ്റോ. ബൈ. അപ്പൊ നമുക്കൊരു പാർട്ടി സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യം ആരാ പാട്ട് പാടുന്നേ? സാറ് പാട്. സാറിന്റെ പാട്ട് ഞങ്ങളൊന്ന് കേൾക്കട്ടെ. അപ്പൊ എന്റെ നെഞ്ചത്തോട്ട് ആദ്യം നിങ്ങൾ ആരെങ്കിലും ഒരാൾ പാട്ട് പാട് കേട്ടോ. സാർ ദുർഗ പാട്. സാർ ദുർഗ പാട്. ദുർഗേ എണീറ്റേ, ഒരു പാട്ട് പാട്. അയ്യോ എനിക്ക് പാട്ട് പാടാനൊന്നും അറിയത്തില്ലായിരുന്നു. ദുർഗ എഴുന്നേക്ക്. ദുർഗ 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 എഴുന്നേക്ക്. ദുർഗ ദുർഗ അങ്ങോട്ട് എഴുന്നേക്ക്. ദുർഗ ദുർഗ ദുർഗ. ഞാനിപ്പോ എന്തോ പാടുന്നു. എന്താ പാടുന്ന പറയണോ? പാട്. അളിയാ ഒരു പാട്ട് പറഞ്ഞു. അളിയന് സാറ് പറഞ്ഞു കൊടുക്കാം. പാട്. പെണ്ണിന് ചന്നി ഉണ്ടായിരുന്നു. താക്കോല് കൊടുത്തോണ്ട് ഇനി രക്ഷയുള്ളൂ. സ്റ്റാച്യു ഓഫ് ലിബർട്ടി മോളെ. സംഗീതം പാടുക പോയിരിക്കടി. ഇപ്പോഴാണല്ലോ ഞാൻ ഒരു കാര്യം ഓർത്ത്. നമ്മൾ ക്ലാസ്സില് സംഗീത സംവിധാനമായിട്ടുള്ള ത്യാഗരാജന്റെ മോൻ ഇവിടെ ഉള്ളപ്പം നമ്മള് വേറൊരാളെ കൊണ്ട് പാടിച്ച് ശരിയായില്ല. ഇത്രയും വലിയ സംഗീത സംവിധായകന്റെ മോൻ നീ ഇവിടെ ഇരുത്തി. ഭാവിയിലെ മലയാളത്തിന്റെ അനിരുദ്ധ. ഇനി ഒരു പാട്ട് പാടേ. അച്ഛന്റെ വില, അച്ഛന്റെ കഴിവ് നീ ഇവിടെ കാണിക്കണം. സിമ്പിൾ ആയിട്ടുള്ള പാട്ട് മതി, പിള്ളേരെ പേടിക്കും. അതുകൊണ്ടാ കേട്ടോ. ഹൈ പിച്ചില് കറുപ്പിലെ പാട്ട്. പുതിയതാ. കറുപ്പ് തായി എനിക്ക് പൊടിച്ച കളറ്
കളറ്. കറുപ്പ് താ എനിക്ക് പിടിച്ച കളറ്. കളറ്. കറുപ്പ് താ എനിക്ക് പിടിച്ച കളറ്. കളറ്. കറുപ്പ് താ എനിക്ക് പിടിച്ച കളറ്. കളറ്. എങ്ങനെയുണ്ട് സാറേ? നീ ആരുടെ മോനാന്നാ പറഞ്ഞ്? സംഗീത സംവിധായകൻ ത്യാഗരാജ പ്രഭുവിന്റെ ഏക മകൻ. ഒറ്റക്കത്തിലൊരു കണ്ടിന്യൂ ഞാനൊരു പാട്ട് പാടി. ഇനി ഇവിടെ പാട്ട് വേണ്ട, ഡാൻസ് മതി. ഓക്കെ, ഡാൻസ്. ആര് ഡാൻസ് കളിക്കും? ഞാൻ കളിക്കാം സാർ. അതാണ് ഡാൻസ് കളിച്ചേ. ഓക്കെ സാർ. ഇല്ലേ ഡെസേർട്ടിലൊക്കെ കാണുന്ന ഒരു ഡാൻസ് ഉണ്ടല്ലോ. ഏത് ഡാൻസ്? ചെല്ലി ഡാൻസ്. ചെല്ലിയല്ല, ബെല്ലി. ഓക്കെ, ബെല്ലി ഡാൻസ്. ചെയ്ത് നോക്കട്ടെ. ഓക്കെ സാർ, ഒന്ന് അനുഗ്രഹിക്കണേ. അനുഗ്രഹമുള്ള കേൾക്കാൻ കേട്ടോ. സാറേ ഇത് ബെല്ലി ഡാൻസ് അല്ല, മണി ഡാൻസാ. ആ മണി കടന്ന് അടിക്കുന്ന കണ്ടില്ലേ? എന്തോ അമ്പലവും. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു സാർ? എൻ്റെ അഭിപ്രായത്തിലേ നിനക്ക് ജീവിതത്തിൽ എന്തും ചെയ്യാം, ഒരു കാര്യം ഒഴിച്ച്. എന്താ സാർ? ഡാൻസ്. ഡാൻസ് ഒഴിച്ച് നിനക്ക് എന്തും ചെയ്യാം. പോയിരുന്നു. ഓക്കെ, അനുഗ്രഹിക്കാവൂ സാർ. സാറേ ഇന്നത്തെ റിഹേഴ്സൽ കഴിഞ്ഞു. അവരെല്ലാം ക്ഷീണിച്ച് അവരുടെ ക്ലാസ്സിലങ്ങ് പോയി. ഞാൻ ഇവിടെ ഇരുന്നോട്ടെ. വേണേ ഇനിയേ ഈ ക്ലാസ്സിലുള്ളവർ തൽക്കാലം ചെയ്യണ്ട. വെളിയിൽ നിന്ന് അപ്പുറത്തെ ക്ലാസ്സിൽ നിന്ന്, അതും എൻ്റെ മോൻ ഷിയാസ് നിങ്ങൾക്ക് വേണ്ടി ഒരു കഥ പറഞ്ഞു തരുന്നതായിരിക്കും. മോനെ ഷിയാസേ. എൻ്റെ ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഈ ചിരിച്ച മുഖങ്ങളെല്ലാം മാറി വിങ്ങിപ്പൊട്ടാൻ തുടങ്ങും. അത്രയും ഇമോഷണലാണ് എൻ്റെ സ്റ്റോറി. അതുകൊണ്ട് നിങ്ങളാരും കരയാതെ എൻ്റെ കഥ കേൾക്കുക. ഈ കഥ നടക്കുന്നത് അങ്ങ് എറണാകുളത്തൊരു ചേരിയിലാണ്. ഷൂ പോളിഷ് ചെയ്യുന്ന ഒരു മകൻ അമ്മയുടെ ആഗ്രഹത്താൽ സ്വർണ്ണക്കച്ചവടക്കാരനാവാൻ പോകുന്ന കഥ. ഷൂ പോളിഷ് ചെയ്ത് കഴിഞ്ഞുള്ള ഒരു സമയങ്ങളിൽ അദ്ദേഹം എറണാകുളത്ത് റൗഡിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഒരു കോള് വരുന്നത് ബാംഗ്ലൂരിലേക്ക്. അവിടെ അടിമകളായിരുന്ന ആൾക്കാരെ ഒറ്റയ്ക്ക് ശക്തി കൊണ്ട് പലരെയും തോപ്പിച്ച് അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ട് അടിമകളാക്കി വീണ്ടും ജോലി ചെയ്യിപ്പിച്ചു. സ്വർണം കുമിഞ്ഞുകൂടി, അതുപോലെ അടിമകളുടെ പണിയും കുമിഞ്ഞുകൂടി. ബാക്കി പറടാ. അങ്ങനെ അമ്മയുടെ ആഗ്രഹം സഫലമാക്കാനായിട്ട് അവനിങ്ങനെ സ്വർണം ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. അല്ല മോനെ, അപ്പൊ അമ്മയ്ക്ക് സ്വർണം കൊടുത്തില്ലയോ? സ്വർണം ഉണ്ടാക്കുന്ന തിരക്കിൽ അവൻ തന്നെ മറന്നുപോയിരുന്നു അവൻ അമ്മ മരണപ്പെട്ടിരുന്നുവെന്ന്. അങ്ങനെ അവൻ ആ സ്വർണമെല്ലാം നടുകടലിൽ കൊണ്ട് മുക്കി കടലിൽ കായം കലക്കിയ പോലെ ആ സ്വർണ്ണക്കട്ടകൾക്കിടയിൽ കിടന്ന് അവനും സമാധിയായി. എന്റെ മോനെ അങ്ങോട്ട് പറയാലോ, ഇത്ര കഴിവുള്ള ചെറുക്കൻ. ഇതൊക്കെ സിനിമയാക്കണം, സിനിമ. പേര് നമുക്ക് KGF എന്ന് ഇടാം. ഓ പോളി. എടാ മോനെ KGF എന്നുള്ള പേരിട്ടാ മതി കേട്ടോ. സാറ് KGF-ന്റെ കഥയാവൻ പറഞ്ഞത്. പൊട്ടനാണോ സാറ്? ആരും കരയരുത്. ഇപ്പൊ നീ പറ്റിച്ചോടാ KGF പറഞ്ഞേ. അങ്ങനെയാണെങ്കിലേ വേറൊരു കിടിലൻ കഥയുണ്ട്. ഒരു മകൻ അമ്മയെ തേടി വെള്ളച്ചാട്ടവും മലയും കടന്ന് അമ്മയെ തേടി പോകുന്ന അതിദാരുണവും വിഷമവും ഏറിയ ഒരു കഥ പറയട്ടെ.